ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവ്വപിതാക്കന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈന്റെയിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കുന്നുണ്ടല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഉറപ്പിക്കുന്ന ദൈവം എന്നാണ്. ഉറപ്പിക്കുന്ന ദൈവം, നമ്മെ ഉറപ്പിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം നമുക്ക് സുപരിചിതമായ വാക്യമാണ്. നമ്മൾ ഒത്തിരി മെസ്സേജൊക്കെയും ഈ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവെന്ന് നമ്മളവിടെ വായിച്ചു കേട്ടു. വിശുദ്ധ വേദപുസ്തകത്തിലെ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം നമുക്കറിയാം, വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടെ 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനമായും 3 ഭക്തന്മാരെ കുറിച്ച് കാണാൻ കഴിയുന്നു. ഒന്നാമത് അവിടെ കാണപ്പെടുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈന്റെയിലും ഉത്തമമായ യാഗം കഴിച്ചു. ഒന്നാമത്തെ കാര്യം പറയുന്നത്, ഹാബേൽ കൈന്റെയിലും ഉത്തമമായ യാഗം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ കാണപ്പെടുന്നത് ഹാബേലിന്റെ വിശ്വാസത്തെ നാം ഒന്ന് പരിശോധിച്ചാൽ, ഹാബേലിന്റെ വിശ്വാസത്തെ ഇങ്ങനെ പറയാം, ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസം. അവിടെ രണ്ടാമത് കാണപ്പെടുന്നുണ്ട്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹാനോക്കിനെ കുറിച്ച് നമുക്കറിയാം, ദൈവത്തോടു കൂടെ നടക്കുന്ന ഭക്തനായിരുന്നു ഹാനോക്ക്. അങ്ങനെയാണെങ്കിൽ ഹാനോക്കിന്റെ വിശ്വാസം ദൈവത്തോടു കൂടെ നടക്കുന്ന വിശ്വാസം. മൂന്നാമതായി കാണപ്പെടുന്നത് നോഹയാണ്. നോഹ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കുന്ന വിശ്വാസം. ഇവിടെ ഭക്തനായ ഹാബേലിനെ നോക്കുമ്പോൾ ഹാബേൽ ദൈവത്തെ ആരാധിക്കുന്ന ഭക്തനായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുന്ന ഭക്തനായിരുന്നു. നോഹ ദൈവശബ്ദം കേട്ട് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആരാധിക്കുന്ന വിശ്വാസം, ദൈവത്തോട് കൂടെ നടക്കുന്ന വിശ്വാസം, പ്രവർത്തിക്കുന്ന വിശ്വാസം. വിശ്വാസത്തിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ആഴമായി ശ്രദ്ധിക്കുവാൻ പോവുകയാണ്. വിശ്വാസം ഉറപ്പുള്ള വിശ്വാസമായിരിക്കണം, പതറിപ്പോകരുത്. ഏത് പ്രതികൂലങ്ങളിലും ഹാബേലിനെ പോലെ ദൈവത്തെ ആരാധിക്കണം. ഏത് പ്രതികൂലങ്ങളിലും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ ദൈവത്തോട് കൂടെ നടക്കണം. ഏത് പ്രതികൂലങ്ങളിലും പ്രവൃത്തി പദങ്ങളിലേക്ക് വിശ്വാസം ഉറപ്പിച്ച് പ്രവർത്തിക്കണം. ചുറ്റുമുള്ളവരെയോ കൂട്ടുവിശ്വാസികളെയോ ബന്ധുമിത്രാദികളെയോ ആരെയും നോക്കി പകച്ചു പോകാതെ ദൈവത്തിൽ പൂർണ്ണമായി ഉറച്ച് മുന്നോട്ട് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണമെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹാനോക്കിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22-ാം വചനം ഇങ്ങനെ വായിക്കുന്നു, ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. എന്ന് പറഞ്ഞാൽ 65 വയസ്സ് വരെയും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നിരുന്നില്ല. 65-ാമത്തെ വയസ്സിൽ മെതുശലേം എന്ന അനുഗ്രഹിക്കപ്പെട്ട മകൻ ജനിക്കുന്ന സമയത്ത് ഹാനോക്കിന് എന്തോ പ്രതികൂലമാകുന്ന വിഷയങ്ങളുടെ ഹാനോക്ക് കടന്നുപോയി. ഹാനോക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവശബ്ദം കേട്ടു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് കാണപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 65 വയസ്സ് വരെ ലോകത്തിൽ ഒരു മനുഷ്യനായിട്ട് ഹാനോക്ക് ജീവിച്ചപ്പോൾ 65-ാമത്തെ വയസ്സിൽ ദൈവവുമായൊരു കൂട്ടിമുട്ടൽ ഹാനോക്കിന് സംഭവിക്കുകയാണ്. 7-ാം തലമുറക്കാരനായ ഹാനോക്ക് ദൈവവുമായി നടക്കുവാൻ തുടങ്ങിയിട്ട് കേവലം 1-2 വർഷമല്ല, അല്ലെങ്കിൽ ചില നാളുകളല്ല, 300 വർഷവും തുടർന്നുള്ള 300 വർഷവും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്നവിടെ കാണപ്പെടുന്നുണ്ട്. ഇന്ന് അനേകർ ദൈവവുമായി നടക്കുവാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കാതെ സന്യാസ ജീവിതം നയിക്കുവാനായിട്ട് തീരുമാനിച്ച ഒത്തിരി പേരുണ്ട്. എന്നാൽ കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചതാണ്.
കുടുംബജീവിതം നയിക്കുമ്പോഴും പുത്രന്മാരും പുത്രിമാരും ജനിക്കുമ്പോഴും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അല്ലെങ്കിൽ 300 വർഷവും ഹാനോക്ക് വിശുദ്ധ ജീവിതം നയിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമതവിടെ കാണപ്പെട്ടത് അവൻ അനുഗ്രഹിക്കപ്പെട്ട നോഹയാണ്. നോഹയുടെ വിശ്വാസത്തിനകത്ത് വലിയ പ്രത്യേകതയുണ്ട്. നോഹ ഹാബേലിനെ നോക്കിയാലും ഹാനോക്കിനെ നോക്കിയാലും അതേ സ്വഭാവം നോഹയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ നോഹ ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസം നോഹയ്ക്കുണ്ടായിരുന്നു. മാത്രമല്ല ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ പഴയ നിയമ കാലഘട്ടത്തിൽ ഹാനോക്ക് മാത്രമല്ല നോഹയും ദൈവത്തോട് കൂടെ നടന്നു. അങ്ങനെയാണെങ്കിൽ നടക്കുന്ന വിശ്വാസം, ദൈവത്തോട് കൂടെ നടക്കുന്ന വിശ്വാസം നോഹയ്ക്കുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വചനം എൻ്റെ തെളിവിനായി ഞാൻ വായിക്കാം. നമ്മളെ വായിക്കുന്നുണ്ട്. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന് കാണപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹാനോക്ക് മാത്രമല്ല നോഹയും ദൈവത്തോട് കൂടെ നടന്നുവെന്ന് ഇവിടെ വ്യക്തമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവിടെ നോക്കണം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ഹാനോക്കിന് ദൈവം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം തുടങ്ങുന്നത് അവിടെ വലിയൊരു ജലപ്രളയമാണ്. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യയായി എടുത്തു എന്ന് കാണപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-5 വായിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു എന്ന് കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ 7-ാമത്തെ വചനത്തിൽ കാണപ്പെടുന്നുണ്ട്, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെ, മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോകത്ത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒത്തിരി പാപം നിറയുമ്പോൾ നോഹയുടെ അതേ കാലഘട്ടമാണെന്ന് മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെയും നമ്മൾ ദിവസം പത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നോഹയുടെ അതേ കാലഘട്ടമാണ് ഇന്ന്. എന്നാൽ ഇന്ന് നാമൊക്കെയും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. നോഹയുടെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടായതുകൊണ്ടാണ് നോഹയും കുടുംബവും പെട്ടകത്തിനകത്തായത്. നാം ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്തായതുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവനോട് കൂടെ ഇരിക്കുന്നത്. നമുക്കറിയാം, COVID-19 വന്നപ്പോൾ ഈ ലോകത്ത് നമ്മേക്കാൾ സൗന്ദര്യമുള്ളവർ, ആരോഗ്യമുള്ളവർ, പണമുള്ളവർ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടപ്പോൾ നമ്മളെ എല്ലാവരെയും കൃഷ്ണമണി പോലെ കർത്താവ് പരിപാലിച്ചത് ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ നാം മറഞ്ഞതുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ടത് കൊണ്ടാണ്. ദൈവത്തിന്റെ കൃപ നമുക്ക് ഉള്ളത് കൊണ്ടാണ് നാം ഇന്ന് ജീവനോട് കൂടെ ഇരിക്കുന്നത്. ഇവിടെ നോക്കണമേ, ഭക്തനായ നോഹയെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. അതുകൊണ്ട് നോഹയും കുടുംബത്തെയും ദൈവം രക്ഷിപ്പാനിടയായി. നോഹയുടെ കാലഘട്ടത്ത് മഴ പെയ്തിരുന്നില്ല. മഞ്ഞ് മാത്രം കണ്ട് പരിചയമുള്ള നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവൻ ദൈവത്തെ വിശ്വസിച്ചു. ആ പെട്ടകം അവൻ അടിക്കുവാനും പെട്ടകം നിർമ്മിക്കുവാനും നോഹ തയ്യാറായി എന്നുള്ളതാണ്. ഭക്തനായ നോഹയുടെ വിശ്വാസം വളരെ വലുതാണ്. ഇവിടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്, നോഹയുടെ ആ വിശ്വാസത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ആരാധിക്കുന്ന വിശ്വാസം, ദൈവവുമായി നടക്കുന്ന വിശ്വാസം, ദൈവ ശബ്ദം കേട്ട് പ്രവർത്തിക്കുന്നൊരു വിശ്വാസം നോഹയ്ക്കുണ്ടായിരുന്നു. നോക്കണമേ, ഒരു പെട്ടകം ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ആണി അടിച്ചിട്ട് പുറത്തു വന്ന് മഴ പെയ്യുമോ എന്ന് നോഹ നോക്കിയില്ല. ഞാൻ വിശ്വസിക്കുന്നു ഒരു വലിയൊരു ജലപ്രളയം നോഹയ്ക്ക് ദർശനത്തിലൂടെ ദൈവം കാണിച്ചിട്ടുണ്ടാകും. നോഹ വിശ്വാസത്താൽ ഉറച്ചു. ആ പെട്ടകത്തെ അടിച്ചു. പകുതി വഴിയിൽ ഇട്ടിട്ട് പോകുകയില്ല, പകുതി വഴിയിൽ അവൻ ഉപേക്ഷിച്ച് പോകുകയില്ല. പെട്ടകത്തെ അടിച്ച് ഭക്തനായ നോഹ ആ പെട്ടകത്തെ പൂർത്തീകരിപ്പാനിടയായി. ഇന്ന് വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന അവന് ഓരോ ദൈവജനത്തോട് ഞാനൊന്ന് വിളിച്ചു പറയാം, ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് വചനം ശ്രവിക്കുന്ന താങ്കളുടെ മേലുള്ള വാഗ്ദത്തത്തെ ദൈവം നിവർത്തീകരിപ്പാനിടയാകും. ദൈവത്തെ കണ്ടാണോ പ്രവർത്തിച്ചത്? അത് എന്ത് പ്രവർത്തനമാകട്ടെ, മിനിസ്ട്രി ആകട്ടെ, ബിസിനസ് ആകട്ടെ, തൊഴിൽ മേഖലയിൽ എന്തുമാകട്ടെ, പഠനത്തോടുള്ള വിഷയമാകട്ടെ, ജോലിയുടെ ബന്ധത്തിലുള്ള വിഷയമാകട്ടെ, ദൈവം അവയെ പൂർത്തീകരിപ്പാനിടയാകും. ഭക്തനായ നോഹ പെട്ടകമടിച്ചപ്പോൾ ആ പെട്ടകത്തെ പൂർത്തീകരിക്കുന്നത് വരെയും ദൈവത്തിൻ്റെ കരം നോഹയുടെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടകത്തിൻ്റെ വാതിലടച്ചത് ദൈവമായിരുന്നു. ഭക്തനായ നോഹ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. വിശ്വാസത്തോടുള്ള വലിയൊരു പ്രവൃത്തി ഭക്തനായ നോഹയ്ക്ക് ഉണ്ടായെന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ
ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അവിടെ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ കാണുവാൻ കഴിയും. അവിടെ കാണപ്പെടുന്നുണ്ട്, ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാക്കട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിയട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്ന സമയത്ത് വെള്ളത്തെ വിധാനമെന്നും ഭൂമിയും സമുദ്രമായിട്ടൊക്കെയും ഡിവൈഡ് ചെയ്യുകയാണ്. എന്നാൽ നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടാകുമ്പോൾ സ്വർഗത്തു നിന്ന് കിളിവാതിൽ തുറന്നു, അത് മഴ പെയ്തു, അതുപോലെ ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊങ്ങി. അങ്ങനെ അന്ന് വേർപിരിച്ച വെള്ളം ഒരുമിച്ചായി ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറയുകയാണ്. വെള്ളം കൊണ്ട് നിറയുന്ന സമയത്ത് അവിടെ നമ്മൾ വായിക്കുന്നു 40 രാവും 40 പകലും അവിടെ മഴ പെയ്യുകയാണ്. 40 രാവും 40 പകലും മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം ഇരച്ചു കയറുമ്പോൾ പെട്ടകം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, നമ്മളൊരു വാഹനത്തിൽ കാറിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്, ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്, ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡ്രൈവർ ഉണ്ടാകും. ആ ഡ്രൈവറിനെ കാണുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകത്തില്ല. നമ്മൾ വണ്ടി നിയന്ത്രിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസത്തിൽ നമ്മൾ അങ്ങ് ഉറച്ചിരിക്കും. ചിന്തിച്ചേ, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ഡ്രൈവർ ഇല്ല എങ്കിൽ നമ്മളുടെ സ്ഥിതി എന്തായിരിക്കും? ഡ്രൈവർ ഇല്ലെങ്കിൽ നമുക്ക് വലിയൊരു ഭയം ഉണ്ടാകും. മുന്നിൽ എവിടെയെങ്കിലും പോയി വണ്ടി ഇടിക്കുമോ? അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാറുണ്ട്, ടെൻഷനാകാറുണ്ട്. ഇവിടെ ഭക്തനായ നോഹയും കുടുംബവും പെട്ടകത്തിലിരിക്കുമ്പോൾ പെട്ടകത്തെ നിയന്ത്രിക്കുന്നത് ദൈവമായിരുന്നു. ഈ പെട്ടകത്തിന് ഡ്രൈവറില്ല, ഈ പെട്ടകത്തിന് ജനലില്ല, ഈ പെട്ടകത്തിനകത്ത് പുറത്തെന്ത് സംഭവിക്കുന്നതെന്ന് കാണുവാൻ പോലും സാധിച്ചില്ല. എന്നാൽ നോഹയും മക്കളുമൊക്കെയും 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു. അവരുടെ ഹൃദയത്തിൽ ഒരു കാര്യം അറിയാം, ഈ പെട്ടകത്തെ നിയന്ത്രിക്കുന്നത് ഒഴുക്കല്ല, ഈ പെട്ടകത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. പെട്ടകത്തെ ഒഴുക്കാണ് നിയന്ത്രിച്ചിരുന്നെങ്കിൽ നോഹയുടെ പെട്ടകം താഴ്വരയിൽ ചെന്ന് നിൽക്കുമായിരുന്നു. എന്നാൽ ഈ പെട്ടകത്തിൻ്റെ നിയന്ത്രണം ദൈവമായതുകൊണ്ട് അത് താഴ്വരയിലല്ല, അരാരത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറയ്ക്കുവാനിടയായി. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നുണ്ട്, 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചു. അവിടെ വായിക്കുന്നു, 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചു. ഒഴുക്കാണ് പെട്ടകത്തെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ പെട്ടകം ഒഴുകി അമേൻ താഴ്വരയിലേക്ക് ചെല്ലുമായിരുന്നു. താഴ്വരയിൽ ഇറങ്ങാൻ കഴിയത്തില്ല, മുഴുവൻ ചെളിയും ശവവുമായിരിക്കുമായിരുന്നു. എന്നാൽ ആ പെട്ടകം ഒഴുക്കിലേക്ക് പോകാതെ ഒഴുക്കിനെ തരണം ചെയ്ത ദൈവം അരാരത്ത് പർവ്വതത്തിലേക്ക് പെട്ടകത്ത് ഉറപ്പിച്ചു. നോഹയോട് ദൈവം പറയും, നോഹേ, നിനക്ക് അരാരത്ത് പർവ്വതത്തിൽ കയറണമെങ്കിൽ പെട്ടകത്തിൽ കയറിയേ പറ്റത്തുള്ളൂ. അരാരത്ത് പർവ്വതത്തിൽ നിനക്ക് ഇറങ്ങണമെങ്കിൽ പെട്ടകത്തിനകത്ത് കയറിയേ പറ്റത്തുള്ളൂ. ഒന്ന് നോക്കണമേ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ വിശ്വസിച്ച് വിശ്വാസം കൊണ്ട് പ്രവർത്തിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് കൂടെ നടക്കുന്ന ഓരോ ദൈവജനത്തോട് ഞാനൊന്ന് വിളിച്ചു പറയാം, ദൈവത്തെ അനുസരിച്ചിട്ടാണോ ഇറങ്ങിയത്? നോഹയുടെ പെട്ടകം ഇടയ്ക്കിടയ്ക്ക് മറിയുകയും തിരികെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചതുപോലെ, എവിടെയൊക്കെ ആടി ഉലയുന്നത് പോലെ ഒരു സ്ഥലത്ത് നിൽക്കാതെ, ഒരു ജോലിയിൽ ഉറയ്ക്കാതെ, പഠനത്തിലൊന്നും പൂർത്തീകരിക്കാതെ എവിടെയൊക്കെ വിഷയങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ ഓർക്കുക, ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പേ താങ്കളുടെ ജീവിതത്തെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട്. അവിടെയില്ല ഇവിടെയില്ല എന്ന് പറഞ്ഞ് എങ്ങോട്ടൊക്കെയോ പോകുമ്പോൾ ആ ലക്ഷ്യം തെറ്റിപ്പോയെന്ന് ചിന്തിക്കുമ്പോൾ ഭാരപ്പെടരുത്. താങ്കളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. താങ്കളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, താങ്കളെ ദൈവം അറിയുന്നുണ്ട്. ഈ 40 രാവും 40 പകലും മഴ പെയ്യുമ്പോൾ ഭക്തനായ നോഹയോട് മക്കൾ ചോദിക്കും, അപ്പാ, ഈ ഒരു 40 രാവും 40 പകലും മഴ പെയ്യുന്നല്ലോ, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ ഫ്യൂച്ചർ എന്താകും? ഈ ഭൂമി മുഴുവനും നശിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് മക്കളൊക്കെയും നിലവിളിച്ച് കരയുമ്പോൾ ഭക്തരായ നോഹ പറയും, ഇല്ല, നമ്മെ അറിയുന്ന ദൈവമുണ്ട്, നമ്മുടെ പെട്ടകത്തെ നിയന്ത്രിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് ആരെങ്കിലും തകർച്ചയുടെ വക്കിൽ പോകുമ്പോൾ, മുന്നോട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ല, എൻ്റെ ഭാവി ജീവിതം എങ്ങനെയാകും, എൻ്റെ മക്കളുടെ ഭാവി ജീവിതം എങ്ങനെയാകും എന്നൊക്കെയും നിലവിളിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാനൊന്ന് വിളിച്ചു പറയാം, താങ്കളെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട്. താങ്കളുടെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, താങ്കളുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ, ദൈവം അറിയാതെയല്ല, ദൈവത്തെ അനുസരിച്ചിട്ടാണോ താങ്കൾ ഇറങ്ങിയിട്ടുള്ളത്? താങ്കളുടെ ജീവിതം പരാജയമല്ല, താങ്കളുടെ വിജയത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്ന ദൈവം
താങ്കളോട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുക. നോക്കണമേ, സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ അവൻ ഭക്തനായ നോഹയുടെ പെട്ടകം അവൻ ഒഴുകിപ്പോകുന്ന സമയത്ത് ദൈവം അരാരത്ത് പർവ്വതത്തിൽ ഭക്തനായ നോഹയുടെ പെട്ടകത്തെ ഉറപ്പിച്ചു. അരാരത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകം ഉറപ്പിച്ചു. നമുക്ക് ആ സംഭവം കയറി ആദ്യം കാക്കയെ അയക്കുന്നു, ശേഷം പ്രാവിനെ അയക്കുന്നു, പച്ചപ്പ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. പെട്ടകത്ത് നിന്ന് നോഹയും മക്കളും ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ വിലപിച്ച് കരയുവാൻ തുടങ്ങും. കാരണം അവർ കാണുന്നത് മുഴുവനും ചേറും ശവവും മാത്രമാണ്. അവർ ദുഃഖിച്ചിരിക്കും. ഇനി എങ്ങനെയാണ് മുന്നോട്ട് തുടങ്ങേണ്ടത്? എവിടെ നിന്ന് കൃഷി ചെയ്യണം? ഇനി എങ്ങനെ ജീവിക്കണം? എവിടെ നിന്നൊരു തുടക്കം കുറിക്കണം? വല്ലാത്ത ഭീതിയും വല്ലാത്ത ആകുല ചിന്തകളും ഒക്കെ ഹൃദയത്തിനകത്ത് കടന്നു വരുമ്പോൾ അവർക്ക് പിന്നത്തേതിൽ ഒരു കാര്യം മനസ്സിലായി. ഈ ഭൂമിയുടെ മുഴുവൻ അവകാശി ഭക്തനായ നോഹയാണ്, ഭക്തനായ നോഹയുടെ കുടുംബമാണ്. ദൈവം കണ്ടത് നോഹ സമം ലോകം, നോഹ സമം ഭൂമിയാണ്. ഒരു മനുഷ്യനിൽ മാത്രമാണ് ദൈവം കണ്ടത്. നോഹയുടെ മേൽ കൃപ ലഭിച്ചതുകൊണ്ട് നോഹയുടെ ഭാര്യ, മക്കൾ, സകല മൃഗങ്ങളും പക്ഷികളും പെട്ടകത്തിനകത്ത് കയറുവാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നോഹ കാൽ വയ്ക്കുമ്പോൾ നോഹയ്ക്ക് മനസ്സിലായി, എന്നെ മത്സരിച്ച് ജയിക്കുവാൻ ഈ ലോകത്ത് വേറെ ഒരു വ്യക്തിയുമില്ല, എന്നെ തകർക്കുവാൻ ഒരു ശത്രുവുമില്ല, ഇനി ഈ ഭൂമിയിൽ ഞാൻ മാത്രമാണെന്ന് നോഹയ്ക്ക് മനസ്സിലായി. നോഹ അവിടെ കൃഷി ഇറക്കുകയാണ്. കൃഷി ഇറക്കുമ്പോൾ 100 മേനിയായി മുന്തിരി ഫലത്തെ ലഭിക്കാനിടയായി. ബാക്കി ഉള്ള മുന്തിരി കളയേണ്ടതാണ്. അത് ബാക്കിയുള്ളത് കളയാതെ അതിനെ ഒന്ന് സേവ് ചെയ്ത് വച്ചപ്പോൾ അതിന് വീര്യമുള്ളതായി മാറി, വീഞ്ഞായി മാറി മദ്യപിച്ച് ലക്ക് കെട്ട് വസ്ത്രം പോലും മാറിപ്പോയത് അറിയാതെ. ഇവിടെ നോക്കണം, ഭക്തനായ നോഹയുടെ വിശ്വാസത്തെക്കുറിച്ച് നാം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ജലപ്രളയത്തിന് മുമ്പും ജലപ്രളയത്തിന് ശേഷവും ഭക്തനായ നോഹയ്ക്ക് 2 ജീവിതമുണ്ടായിരുന്നു. ജലപ്രളയത്തിന് മുമ്പുള്ള ഭക്തനായ നോഹയുടെ ജീവിതമെന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസം, ദൈവത്തോടു കൂടെ നടക്കുന്ന വിശ്വാസം, ദൈവശബ്ദം കേട്ട് പ്രവർത്തിക്കുന്നൊരു വിശ്വാസം ഭക്തനായ നോഹയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ജലപ്രളയം കഴിയുമ്പോൾ, ജലപ്രളയത്തിന് ശേഷം ഭക്തനായ നോഹയുടെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഭക്തനായ നോഹ ദൈവത്തെ പിന്നെ ആരാധിക്കുന്നതായി കാണുന്നില്ല. ഭക്തനായ നോഹ പെട്ടകത്ത് നിന്ന് ഇറങ്ങിയിട്ട് യാഗം അർപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആരാധനയുടെ സ്വഭാവം അവിടെ കാണപ്പെടുന്നില്ല. ദൈവത്തോടു കൂടെ പിന്നെ ഭക്തനായ നോഹ നടന്നു എന്ന് കാണപ്പെടുന്നില്ല. പിന്നെ ഭക്തനായ നോഹ ദൈവ ശബ്ദം കേട്ട് പ്രവർത്തിച്ചതായി കാണപ്പെടുന്നില്ല. ഇവിടെ മകനെ അനുഗ്രഹിക്കേണ്ട സമയത്ത്, ചെറുമകനെ അനുഗ്രഹിക്കേണ്ട സമയത്ത് അവിടെ കാണപ്പെടുന്നുണ്ട് കനാനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 22 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നുണ്ട്, പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ശേമും യാഫെത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു കൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തതറിഞ്ഞു. അപ്പോൾ കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരങ്ങൾക്ക് അധമദാസന്മാരായി തീരുമെന്ന് പറഞ്ഞു. ഹാം എന്ന മകനാണ് കനാൻ. അപ്പോൾ തൻ്റെ തലമുറയെ അനുഗ്രഹിക്കേണ്ട സ്ഥാനത്ത് വായിൽ നിന്ന് വന്നത് ശാപമാണ്. ആ ശാപത്തിൻ്റെ കാരണം ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ലഹരി പിടിച്ച് മദ്യപിച്ച് അവിടെ നിന്ന് ആ ദൈവിക ദർശനമൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് തൻ്റെ തലമുറകൾക്ക് പോലും ആ ഒരു തകർച്ച കടന്നു വന്നത്. എന്നാൽ കനാൻ ശപിക്കപ്പെട്ടവരെന്ന് അവിടെ ശാപം വീണപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്ത്, പരശുശ്രൂഷ കാലത്ത് കനാന്യ സ്ത്രീ തൻ്റെ മകളുടെ ഭൂതോപദ്രവം മാറുവാൻ യേശുവിന് പിന്നാലെ വന്നു. അത്രയും വർഷം കനാൻ ചുമന്ന ശാപത്തെ യേശു ആ നിമിഷം നീക്കുകയാണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വിലയേറിയതെന്ന് പറഞ്ഞ്, നിന്റെ വിശ്വാസം വലിയതെന്ന് പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഭൂതോപദ്രവത്തെ മാറ്റി. എന്ന് പറഞ്ഞാൽ അന്നേ വരെയുള്ള കനാന്റെ സകല ശാപത്തെയും യേശു മാറ്റുവാനിടയായി. ഉറപ്പുള്ള വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും ഉറപ്പിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ നോക്കണം, ഭക്തനായ ഹാനോക്കിൻ്റെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ ഹാനോക്ക് ഓരോ നിമിഷവും ദൈവത്തോട് കൂടെ നടക്കുവാൻ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവൻ്റെ മക്കൾ ജനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവന് ഓരോ നിമിഷവും കുടുംബജീവിതം നയിക്കുമ്പോഴും ദൈവമായിട്ട് വലിയൊരു ബന്ധമുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ കുടുംബത്തിൻ്റെ കാര്യമൊക്കെയും പറഞ്ഞ് പലപ്പോഴും ആത്മീക കാര്യങ്ങൾക്ക് പുറകോട്ട് നമ്മൾ കാൽ വയ്ക്കുമ്പോൾ ഓർക്കുക, ഭക്തനായ ഹാനോക്ക് ഓരോ നിമിഷവും ദൈവത്തോട് വലിയൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു, ദൈവത്തോട് കൂടെ നടന്നു. ദൈവം ഹാനോക്കിനെ ജീവനോട് കൂടെ എടുത്തു. അതിനുശേഷം ജീവനോട് എടുക്കപ്പെട്ടത് ഭക്തനായ ഏലിയാവിനെയാണ്. ഏലിയാവ്
ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിന്നും ഒത്തിരി ശക്തമായി ശുശ്രൂഷകൾ ചെയ്തു. ഈസബേലിൻ്റെ ശക്തിയെ കണ്ട് ഭയപ്പെട്ട് ഓടി ചൂരച്ചെടി തടഞ്ഞു. അവിടെ കടന്ന് അതായത് ഒരു രാജാക്കന്മാരുടെ പുസ്തകം 19:4 ഇപ്പോൾ മതി യഹോവയുടെ പ്രാണൻ എടുത്തുകൊള്ളണം, എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് വിലപിച്ച് കരയുമ്പോൾ ഭക്തനായ ഏലിയാവിന് ദൂതൻ വന്ന് തട്ടി ഉണർത്തി ഇനി മുന്നോട്ട് ഏറെ ദൂരെ യാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് നടത്തിയതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. ഹോരേബോളം നടന്നു. ദൈവത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച് ശക്തിയേറിയ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവം ഭക്തനായ ഏലിയാവിനെ ഉപയോഗിച്ചു. അവിടെ കാണപ്പെടുന്നത് ജീവനോടുകൂടെ ശേഷം ഭക്തനായ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മളിത് ജീവനോടുകൂടെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി നമ്മൾ മാക്സിമം പ്രയോജനപ്പെടണം, ദൈവത്തിനായിട്ട് പ്രവർത്തിക്കണം. ഭക്തനായ നോഹയ്ക്ക് ജലപ്രളയത്തിനു മുമ്പ്, പെട്ടകത്തിൽ കയറുന്നതിന് മുമ്പ് ദൈവവുമായി അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഭൂമി മുഴുവൻ അവകാശമായി ലഭിച്ചപ്പോൾ തൻ്റെ തലമുറകൾ ദൈവത്തോടു കൂടെ മത്സരിച്ചു. അടുത്തൊരു ജലപ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ ജലം നമ്മെ മുക്കിക്കളയരുത്. അടുത്തൊരു ജലപ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർ ഒരു പെട്ടകത്തിനു പകരം അവർ ബാബേൽ ഗോപുരം കെട്ടി ഉയർത്തി. ദൈവം നോഹയോട്, തലമുറയോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകുക എന്നാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത്. എന്നാൽ ആ അനുഗ്രഹം ഉണ്ടായിരിക്കുമ്പോഴും ആ അനുഗ്രഹത്തിൽ നിൽക്കാതെ, അവൻ ദൈവത്തിൽ ആശ്രയിക്കാതെ അവർ ദൈവത്തെ മത്സരിച്ച് വലിയൊരു ബാബേൽ ഗോപുരം പണിയുവാൻ തുടങ്ങി. ആ ബാബേൽ ഗോപുരത്തിൽ നിന്ന് ഭാഷയെ കലക്കി ദൈവം അവിടെ നിന്ന് എല്ലാവരെയും പിരിച്ചു കളഞ്ഞു. ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഭൂമിയിൽ സകലരും വാഴണമെന്ന്. ദൈവം മനുഷ്യനെ ഈ ഭൂമിയെ സൃഷ്ടിച്ചത് വലയുവാനല്ല, വാഴുവാനാണ്. ദൈവം അനുഗ്രഹിച്ചത് വാഴുവാനാണ്. എന്നാൽ ഭൂമിയിൽ പെരുകി വാഴാതെ അവർ ബാബേൽ ഗോപുരം കെട്ടി ഉയർത്തി. ഇന്ന് സഭകളിൽ ആത്മീക ദർശനമില്ലാതെ, ദൈവവുമായി വലിയ ബന്ധമില്ലാതിരിക്കുമ്പോൾ സഭകളും പലപ്പോഴും കലങ്ങി ചിതറിപ്പോകുന്നുണ്ട്. എന്നാൽ നോക്കുക, ദൈവത്തിനാണ് മുഖ്യസ്ഥാനം കൊടുക്കേണ്ടത്. നാം കാണേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക, ദൈവ ശബ്ദം കേട്ട് പ്രവർത്തിച്ച് ആ പ്രവൃത്തിയെ പൂർത്തീകരിപ്പാൻ ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കണം. നമ്മെ ഉറപ്പിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഉറപ്പിക്കുന്ന ദൈവം. നമ്മുടെ ഭക്തനായ നോഹയുടെ പെട്ടകത്തിൽ നോഹയും കുടുംബവും ഇരുന്ന് യാത്ര ചെയ്ത് നോഹയുടെ പെട്ടകത്തെ അരാരത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചതുപോലെ നമ്മെ ഉറപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നോഹയ്ക്ക് ദൈവം ഒരു പദ്ധതി കൊടുത്തതുപോലെ, അല്ലെങ്കിൽ ഒരു ജോലി കൊടുത്തതുപോലെ, പെട്ടകത്തെ അടിക്കാൻ പറഞ്ഞതുപോലെ നമ്മോടും ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടെ അത് പൂർത്തീകരിക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമ്മെ ആത്മീകവും ഭൗതികവുമായിട്ട് അനുഗ്രഹിക്കും. അനുഗ്രഹം ഏറ്റുവാങ്ങുമ്പോൾ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തെ മറന്നു പോകരുത്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക, ദൈവശബ്ദം കേട്ട് പ്രവർത്തിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ മെസ്സേജ് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. ഗോഡ് ബ്ലെസ് യു.